ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മൾ ഇന്ന് RPF-ൻ്റെ എക്സാമിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുവാണ്. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ക്ലാസ്സിലോട്ട് പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തുവാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് യെല്ലോ പിഗ്മെൻറ്റ് ഇൻ പ്ലാന്റ്? പ്ലാന്റിൽ യെല്ലോ പിഗ്മെൻ്റ് ആയിട്ട് പറയുന്നത് ഈ ഓപ്ഷനിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഒന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? ഏതാണെന്നറിയാവോ? പ്ലാന്റ് സെല്ല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പ്ലാന്റ് സെല്ലുണ്ട്, അതുപോലെ അനിമൽ സെല്ലുണ്ട്. പ്ലാന്റ് സെല്ലിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരാളാണ് പ്ലാസ്റ്റിഡ് കേട്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിഡ് ആരിലില്ല? പ്ലാസ്റ്റിഡ് അനിമൽ സെല്ലിലില്ല. ഇനി പ്ലാസ്റ്റിഡിൻ്റെ ഫങ്ഷൻ എന്തുവാണ്? പ്ലാസ്റ്റിഡിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ പ്രിപ്പയർ ചെയ്ത ഫുഡ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അതേപോലെ പ്ലാന്റ്സിൽ തന്നെ ഈ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സിനൊക്കെ കളർ കൊടുക്കുക എന്നതാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? പ്ലാസ്റ്റിഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇവരുടെ ഫങ്ഷൻ വെച്ചിട്ട് തന്നെ ഇവരെന്തുണ്ട്? 3 ടൈപ്സ് ആയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവോ? ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ്. രണ്ടെന്ന് പറയുന്നത് എന്താണ്? ക്രോമോപ്ലാസ്റ്റ്. 3 ഏതാണ്? 3 എന്ന് പറയുന്നത് ലൂക്കോപ്ലാസ്റ്റ് ആണ്. ഈ 3 ടൈപ്പിലാണ് അവരുള്ളത്. അവരുടെ ഫങ്ഷൻ അനുസരിച്ചാണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ക്ലോറോപ്ലാസ്റ്റിലാണ് ഗ്രീൻ പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ ഉള്ളത്. നിങ്ങൾ കുഞ്ഞിലേ പഠിച്ചിട്ടുള്ളതാണ് ക്ലോറോഫിൽ. എന്തിനു വേണ്ടിയിട്ടാണ് ക്ലോറോഫിൽ? ഫോട്ടോസിന്തസിസ് നടക്കും. അതുവഴി അവർക്ക് എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആര് സഹായത്തോടെ? ക്ലോറോപ്ലാസ്റ്റിൻ്റെ സഹായത്തോടെ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് പ്രിപ്പറേഷനാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ക്ലോറോഫില്ലിൽ ഉള്ള എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഗ്രീൻ പിഗ്മെൻറ്റിലുള്ള എലമെൻ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മഗ്നീഷ്യമാണ്. ഓക്കെ ആണോ? അതുപോലെ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ക്രോമോ എന്ന് പറഞ്ഞാൽ കളറ് കൊടുക്കുക. കളറ് കൊടുക്കുന്നതാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ക്രോമോപ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ കളറ് കൊടുക്കുന്ന അനുസരിച്ച് തന്നെ ഇവർ മെയിൻലി 2 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാവോ? സാന്തോഫില്ലും അതുപോലെ ആന്തോസയാനിനും. ഓക്കെ ആണോ? ഈ സാന്തോഫില്ലാണ് എന്ത് ചെയ്യുന്നത്? യെല്ലോ കളർ കൊടുക്കുന്നത് ആരാണ്? സാന്തോഫില്ലാണ്. ഓക്കെ ആണോ? അതേപോലെ ആന്തോസയാനിനാണ് എന്ത് കളർ കൊടുക്കുന്നത്? ബ്ലൂ, പർപ്പിൾ, റെഡ്. ഈ കളേഴ്സ് കൊടുക്കുന്നത് ആരാണ്? ആന്തോസയാനിനാണ്. ബ്ലൂ, പർപ്പിൾ, റെഡ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബെറീസൊക്കെ ഉണ്ടല്ലോ, ബെറീസ്, അതേപോലെ ഗ്രേപ്സ്, മുന്തിരി, ഇതിനൊക്കെ കളർ കൊടുക്കുന്നത് ആരാണ്? ഈ ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ പിഗ്മെൻറ്റ് വരുന്ന ഏതിലാണ്? ക്ലോറോപ്ലാസ്റ്റിലാണ് വരുന്നത്. ഇനി ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? ഫുഡ് സ്റ്റോറേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫുഡ് ഉണ്ടാക്കുമല്ലോ, ഫുഡ് സ്റ്റോർ ചെയ്യണം. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആയിട്ടാവാം, അതേപോലെ പ്രോട്ടീനോ ഫാറ്റോ, ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഈ 3 ഏതിലെ ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്? പ്ലാസ്റ്റിഡിൻ്റെ. ഇതിൽ രണ്ടാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? ക്രോമോപ്ലാസ്റ്റ്. അതിൽ സാന്തോഫിലാണ് എന്ത് ചെയ്യുന്നത്? യെല്ലോ കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോൾഡ് യെല്ലോ പിഗ്മെൻ്റ് ഇൻ പ്ലാന്റ് എന്ന് വെച്ചാൽ ആൻസർ എന്താണ്? സാന്തോഫിലാണ് യെല്ലോ കളർ കൊടുക്കുന്നത്. ഇനി റെഡോ, ബ്ലൂവോ, പർപ്പിൾ കളറാണ് ചോദിച്ചെങ്കിൽ ആൻസർ എന്താവുമായിരുന്നു? ആന്തോസയാനിൻ ആവുമായിരുന്നു. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്ലഡിൻ്റെ pH എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ബ്ലഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഈസ് ദ pH ഓഫ്? എന്താണ് pH എന്ന് പറയുന്നത്? എത്രയാണ് pH എന്ന് പറയുന്നത്? ഇത് 7.4 ആണ്. 7.4. അതുപോലെ 7.4. അതുപോലെ ഇത് 7.9 ആണ്. ഇത് 7.4 ആണ്. ഓക്കെ ആണോ? 7.4 ആണോ, 8.1 ആണോ, 6.7 ആണോ, അതോ 7.9 ആണോ? എന്താണ് ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത്? ബ്ലഡിൻ്റെ pH, ബ്ലഡ് ആസിഡിക് ആണോ ആൽക്കലൈൻ ആണോ?
ബ്ലഡ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? ബ്ലഡ് എപ്പോഴും എങ്ങനെയാണ്? ആൽക്കലൈൻ ആണ്. അപ്പോൾ എന്തായാലും 6.7 വരത്തില്ല. പിന്നെ ആരായിരിക്കും? നോക്കിയേ, ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 7.4 ആണ്. ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 7.4 ആണ്. അതുപോലെ ബ്ലഡിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ബ്ലഡിനെ പറ്റി, ബ്ലഡ് ഒരു ടിഷ്യൂ ആണോ? നമ്മളെ ബോഡിയിലുള്ള എല്ലാ സംഭവങ്ങളും സെൽസും ടിഷ്യൂസൊക്കെ വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ബ്ലഡ് എന്താണ്? ടിഷ്യൂ ആണ്. ബ്ലഡ് എന്ത് ടൈപ്പ് ടിഷ്യൂ ആണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ് നിങ്ങൾക്കറിയാം ഫ്ലൂയിഡ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? ആണ്. അതേപോലെ റെഡ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? ആണ്. അപ്പം ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് ചോദിച്ചാലും റെഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് ചോദിച്ചാലും എല്ലാം ആരാണ് ആൻസർ എന്ന് പറയുന്നത്? ബ്ലഡ്. അതേപോലെ ബ്ലഡിൽ എന്തൊക്കെയാണ് ഉള്ളത്? ബ്ലഡിൽ ഒരു ഫ്ലൂയിഡ് പോലെ ഉണ്ട്, അതിനെ നമ്മൾ പ്ലാസ്മ എന്നാണ് പറയുന്നത്. ആ ഫ്ലൂയിഡിൽ കുറേ സെൽസ് കിടപ്പുണ്ട്. ആ സെൽസ് ആരൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവോ? പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം ബ്ലഡിലുള്ള എന്തൊക്കെയാണ് കണ്ടൻറ്റ്? പ്ലാസ്മ, അതേപോലെ RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഓക്കെയാണോ? ഇനി ഈ RBC റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുള്ള ബോൺ മാരോയിലാണ് എന്ത് ചെയ്യുന്നത്? RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത്. ഇനി RBC നശിച്ചു പോകുന്ന, ഡിസ്ട്രോയ് ആയി പോകുന്ന സ്ഥലം എവിടെയാണ്? സ്പ്ലീൻ എന്ന് കേട്ടിട്ടുണ്ടോ? സ്പ്ലീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രേവിയാർഡ് ഓഫ് RBC എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ RBC ഇല്ലാതായി പോകുന്നത് ഏത് ഓർഗനിൽ വെച്ചിട്ടാണ്? സ്പ്ലീനിൽ വെച്ചിട്ടാണ്. ഫോം ചെയ്യുന്നത് എവിടെയാണ്? ബോൺ മാരോയിലാണ്. ഓക്കെ ആണോ? അപ്പോൾ RBC അല്ല, ബ്ലഡിൻ്റെ പി എച്ച് ചോദിച്ചാൽ എത്രയാണ്? 7.4 ആണ് ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആൽക്കലൈൻ ആണ്. എപ്പോഴും ഓർത്തിരിക്കുക, ബ്ലഡ് എപ്പോഴും എന്താണ്? ആൽക്കലൈൻ ആണ്, അസിഡിക് അല്ല. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡസ് ദ അഡ്രീനൽ ഗ്ലാൻഡ് സെക്രിയേറ്റ്സ്? അഡ്രീനൽ ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്നത് ഹോർമോൺ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ അഡ്രീനൽ ഗ്ലാൻഡൊക്കെ വരുന്നത് ഏതിലാണ്? എൻഡോക്രൈൻ സിസ്റ്റത്തിലാണ്. എൻഡോക്രൈൻ സിസ്റ്റം. ഹോർമോൺസ് സെക്രിയേറ്റ് ചെയ്യുന്നവരാണ് ഏതിലുള്ളത്? എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ളത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാന്നറിയാവോ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ? ബ്രെയിൻ തൊട്ട് തുടങ്ങിയേ നിങ്ങളൊന്ന് പറഞ്ഞേ. ഏതാണ്? ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഗ്ലാൻഡ് ആയിട്ടല്ല പറയുന്നത്, പക്ഷേ എല്ലാ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ട്, മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് ആ ഗ്ലാൻഡിനെ അറിയപ്പെടുന്നത്. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മാസ്റ്റർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. മാസ്റ്റർ ഗ്ലാൻഡിൻ്റെ മാസ്റ്റർ എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ആളാരാണ്? പിറ്റ്യൂട്ടറി. നമ്മുടെ ബ്രെയിനിലുള്ളതാണ് ഞാൻ പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ബോഡി പാർട്സിൽ എവിടെയൊക്കെ ഗ്ലാൻഡ്സ് ഉണ്ടോ ആ ഗ്ലാൻഡിനെ എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ആണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്നറിയപ്പെടുന്നത്? മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന മാസ്റ്റർ ഗ്ലാൻഡ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി ബ്രെയിനിൽ ഒരാളും കൂടെ ഉണ്ട്, ആരാണ്? പീനൽ ഗ്ലാൻഡ് ആണ്. പീനൽ ഗ്ലാൻഡ് നമ്മൾ തേർഡ് ഐ എന്നൊക്കെ പറയും. ഇവിടെ ആയിട്ടുള്ളതാണ് പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം ബ്രെയിനിലുള്ള രണ്ട് ഗ്ലാൻഡ്സ് ആണ് ഏതെന്ന് പറയുന്നത്? പിറ്റ്യൂട്ടറിയും പീനൽ എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ത്രോട്ട് ഭാഗത്ത് വന്ന ആരുണ്ട്? ത്രോട്ട് ഭാഗത്ത് ആരുണ്ട്? തൈറോയിഡ്. ഇനി തൈറോയിഡ് തന്നെ രണ്ട് ലോബായിട്ടാണ് ഉള്ളത്. അതിൽ തന്നെയാണ് ആരും ഉള്ളത്? പാരാതൈറോയിഡ് ഉള്ളത്. പിന്നെ ആരാ? നമ്മുടെ ചെസ്റ്റ് ഭാഗത്തായിട്ട് ഒരാളുണ്ട്, തൈമസ് എന്നാണ് പറയുന്നത്. തൈമസ് എന്താണ്? തൈമസ് ഒരു പ്യൂബർട്ടി ഏജ് വരെ ഉണ്ടാവത്തുള്ളൂ. അതിന് ശേഷം എന്ത് ചെയ്യും? അത് ഡീജനറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാങ്ക്രിയാസിനെ മിക്സഡ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ബോത്ത് അത് എൻഡോക്രൈൻ ആയിട്ടും ആക്ട് ചെയ്യും, എക്സോക്രൈൻ ആയിട്ടും ആക്ട് ചെയ്യും. രണ്ട് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? നമ്മൾ മിക്സഡ് ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തത് ഏതാണ്? അഡ്രീനൽ ഗ്ലാൻഡ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്, അഡ്രീനൽ ഗ്ലാൻഡ്. ഇനി ഏതാണ്? മെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റസ്,
ഫീമെയിൽസ് എടുത്തു കഴിഞ്ഞാലാണെങ്കിലോ ഓവറി. ഇതെല്ലാം ഗ്ലാൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ്. ഇതെല്ലാം ഗ്ലാൻസ് ആണ്. എന്ത് സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെ സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അഡ്രീനൽ ഗ്ലാൻഡ് നോക്കി. ഈ അഡ്രീനൽ ഗ്ലാൻഡ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. വാട്ട് ഡസ് ദ അഡ്രീനൽ ഗ്ലാൻഡ് സെക്രിയേറ്റ്? അഡ്രീനൽ ഗ്ലാൻഡ് നോക്കിയേ. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാൻഡിന് 2 പാർട്ടാണ് ഉള്ളത്. ഒന്ന് ഒരു ഇന്നർ പോർഷൻ ആയിട്ടുള്ള മെഡുല്ല റീജിയനും ഉണ്ട്. മെഡുല്ല റീജിയനും ഉണ്ട്. അതേപോലെ ഔട്ടർ ഏതുണ്ട്? കോർട്ടെക്സും ഉണ്ട്. ഈ കോർട്ടെക്സ് സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. കോർട്ടിക്കോയിഡ്സ്. മെഡുല്ല സെക്രിയേറ്റ് ചെയ്യുന്നവരെയോ? മെഡുല്ല സെക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. എന്തൊക്കെയാണ്? അഡ്രീനാലിൻ. ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ. അഡ്രീനാലിൻ, അല്ലെങ്കിൽ എന്ത് പറയും? എപ്പിനെഫ്രിൻ. അടുത്തതാണെങ്കിലോ 2 ഹോർമോൺസാണ് സെക്രിയേറ്റ് ചെയ്യുന്നത്. അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. ഓക്കെ ആണോ? അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 പാർട്സാണുള്ളത്. ഒരു ഇന്നർ പോർഷനായിട്ടുള്ള മെഡുലയും ഔട്ടർ പോർഷനായിട്ടുള്ള കോർട്ടക്സും. ഇതിൽ മെഡുല സെക്രിയേറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസാണ് ഏതെന്ന് പറയുന്നത്? അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ. രണ്ടാമത്തത് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ്. ഓക്കെയാണ്. അപ്പം ഈ ഹോർമോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എമർജൻസി ഹോർമോൺ എന്ന് പറയുന്നത്. എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ എന്താണ്? ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ഹോർമോൺ എന്ന് പറയും. നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു ഇപ്പം ഒരു പട്ടി കടിക്കാൻ വരുവാണെന്ന് വെച്ചോ. അപ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തുവാണ്? നമ്മൾ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും, അതേപോലെ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടും, ബ്ലഡ് പ്രഷർ കൂടും. അപ്പം ആ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് ഏത് ഹോർമോൺ കൊണ്ടിട്ടാണ്? ഈ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ഹോർമോൺസ് കൊണ്ടിട്ടാണ്. അതുകൊണ്ടാണ് അവരെ എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ഹോർമോൺസ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? ഇതിൽ കോർട്ടെക്സ് സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഈ കോർട്ടിക്കോയിഡ്സ് തന്നെ എന്തുണ്ട്? 2 തരത്തിലുണ്ട്. കോർട്ടിക്കോയിഡുകൾ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഉണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. മറ്റേത് ഏതാണ്? മിനറലോ കോർട്ടിക്കോയിഡ്. ഓക്കെ ആണോ? ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന് എക്സാമ്പിളാണ് ഏത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്ന കോർട്ടിസോൾ. അപ്പോൾ ഈ കോർട്ടിസോൾ സെക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഒന്നുമില്ല. നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം നടത്തുന്ന ഹോർമോൺസ് ആണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത്. മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിൽ എല്ലാ മിനറൽസും അങ്ങ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവാൻ പാടില്ല. അതിനെ കുറച്ച് അബ്സോർബ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത് ആരാണ്? മിനറലോ കോർട്ടിക്കോയിഡ്സുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? അപ്പം അഡ്രീനൽ ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണെന്ന് ചോദിച്ചാൽ ആരാണ് ആൻസർ? തൈറോക്സിൻ ആണോ? ഈസ്ട്രജൻ ആണോ? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണോ? അല്ല. ആരാണ് ആൻസർ എന്ന് പറയുന്നത്? കോർട്ടിസോൾ ആണ് എന്ത് ചെയ്യുന്നത്? അഡ്രീനൽ ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഈ തൈറോക്സിൻ ആരാ സെക്രിയേറ്റ് ചെയ്യുന്നത്? തൈറോക്സിൻ ആരാണ്? നമ്മൾ ഈ തൈറോയിഡാണ് എന്ത് ചെയ്യുന്നത്? തൈറോക്സിൻ സെക്രിയേറ്റ് ചെയ്യുന്നത്. ഈസ്ട്രജൻ ഏതാണ്? ഓവറിയാണ്. ഇനി TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെങ്കിലോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ? ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നോക്കിയേ. ഇത് ഞാൻ ഫീമെയിലിൻ്റെ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് വരച്ചിരിക്കുന്നത്. ഇത് എന്തൊക്കെയാണ്? ഇത് നോക്കിയേ. ഈ മുകളിൽ കുറച്ച് എക്സ്പാൻഡ് ആയിട്ടിരിക്കുന്ന ഇതെന്താണ്? ഓർമ്മയുണ്ടോ? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാവണം. എന്താണ്? മുകളിൽ കുറച്ച് എക്സ്പാൻഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു പോർഷനെ പറയുന്നത്, ഇതിനെ മൊത്തത്തിൽ പറയുന്നത് എന്തുവാണ്? മൊത്തത്തിൽ പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്. അതേപോലെ ഞാൻ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും വരയ്ക്കാം. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഏതാണ്?
ഈ പോർഷൻ പറയുന്നത് എന്തുവാണ്? ഇതിനെ സ്റ്റിഗ്മ എന്നാണ് പറയുന്നത്. സ്റ്റിഗ്മ ഇതെന്താണ്? ഈ കുറച്ച് എലോങ്ങേറ്റഡ് ആയിട്ടിരിക്കുന്ന സ്റ്റൈല്. ഇനി ഇത് ഏതാണ്? ഇതിനെ മൊത്തത്തിൽ ഓവറി എന്നാണ് പറയുന്നത്. ഓവറീൻ്റെ ഉള്ളിൽ എന്താണ്? ഓവ്യൂൾസ് ആണ്. പിന്നെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? പിസ്റ്റിൽ എന്നാണ് പറയുന്നത്. പിസ്റ്റിൽ ഓക്കെ ആണോ? ഇതെന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഇപ്പം നിങ്ങൾ ഷൂ ഫ്ലവർ ചെമ്പരത്തിപ്പൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പാർട്സും കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? സ്റ്റേമൻ എന്നാണ് പറയുന്നത്. സ്റ്റേമൻ. ഇനി ഈ ഒരു പാർട്ടിനെ പറയുന്നത് എന്താണ്? ആന്തർ. ഇതാണെങ്കിലോ ഫിലമെൻറ്റ്. ഓക്കെ ആണോ? അപ്പം ഇതിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? പിസ്റ്റിലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്തുവാണ്? സ്റ്റേമനാണ് ആൻസർ വരുന്നത്. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലുള്ള പാർട്സ് ആണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ വരുന്ന ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ആന്തറും ഫിലമെൻ്റ് എന്നും പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഹു ഈസ് എ ഫാദർ ഓഫ് മെഡിസിൻ? മെഡിസിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ്? ക്വസ്റ്റ്യൻ. ആരാണ്? ഹിപ്പോക്രാറ്റ്സ് ആണോ? അതേപോലെ ആർക്കിമിഡീസ്, അരിസ്റ്റോട്ടിലാണോ? വില്യം ഹാർവേ ആണോ? ആരാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്? വില്യം ഹാർവേ ആരാണ്? വില്യം ഹാർവേ ആണ് എന്തെന്ന് പറയുന്നത്? ഫാദർ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ എന്നറിയപ്പെടുന്നത്. ബ്ലഡ് സർക്കുലേഷനെ പറ്റി വ്യക്തമായിട്ട് ഐഡിയ തന്നത് ആരാണ്? വില്യം ഹാർവേ ആണ്. അപ്പോൾ വില്യം ഹാർവേ അല്ല. ഇനി അരിസ്റ്റോട്ടിൽ നിങ്ങൾക്ക് എന്താ അറിയാം അരിസ്റ്റോട്ടിലിനെ പറ്റി? ഫാദർ ഓഫ് ബയോളജി ആരാ? ഫാദർ ഓഫ് ബയോളജി. അതേപോലെ തന്നെ ബയോളജി 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സുവോളജിയും ബോട്ടണിയും. ഒന്ന് അനിമൽസിനെ പറ്റി പഠിക്കുന്നത്, ഒന്ന് എന്താണ്? പ്ലാന്റ്സിനെ പറ്റി പഠിക്കുന്നത്. ഫാദർ ഓഫ് ബയോളജി ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ. ഓക്കെ ആണോ? ഫാദർ ഓഫ് സുവോളജി എന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ. ഓക്കെ ആണോ? ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? ബോട്ടണി തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. വില്യം ഹാർവേനെ ഫാദർ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ എന്നറിയപ്പെടുന്നു. അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി. ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ആർക്കിമിഡീസ് ഏതാണ്? നമ്മൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആർക്കിമിഡീസ്. ആരാണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചോ, അതിൽ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇടുവാണെങ്കിൽ അത് മുങ്ങുമല്ലോ. അപ്പം മുങ്ങുമ്പോൾ തന്നെ കുറച്ച് വെള്ളം പൊങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് എന്തെന്ന് പറയുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇടുന്ന ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എത്രയാണോ അതിന് തുല്യമായിട്ടുള്ള വാട്ടറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ട് നടക്കും. വാട്ടർ കുറച്ച് മുകളിലോട്ട് പൊങ്ങും. അപ്പോൾ ഇടുന്ന വെയിറ്റിനനുസരിച്ചുള്ള എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ഡിസ്പ്ലേസ് ആവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നതാണ് ആരെന്ന് പറയുന്നത്? ആർക്കിമിഡീസ് എന്ന് പറയുന്നത്. അപ്പം ഫാദർ ഓഫ് മെഡിസിൻ ആരായിരിക്കും? ഹിപ്പോക്രാറ്റ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോബൽ ഗ്യാസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ ഏതാണ്? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നോബൽ ഗ്യാസസ് എന്ന് പറയുമ്പോൾ അതിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്? നോബൽ ഗ്യാസസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നോബൽ ഗ്യാസ് ഹീലിയം, നിയോൺ, ക്രിപ്റ്റൺ, റെഡോൺ എല്ലാം ഏതിന് എക്സാമ്പിളാണ്? നോബൽ ഗ്യാസിന് എക്സാമ്പിളാണ്. നോബൽ ഗ്യാസിന് വേറൊരു പേരെന്താണ്? ഇനേർട്ട് ഗ്യാസസ് ആണ്. ഇവർ സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇവർ അധികം റിയാക്ട് ചെയ്യത്തില്ല. ഇനേർട്ട് ഗ്യാസസ് ആണ്. അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആരാണ്? റെഡോൺ ആണ് ആൻസർ. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന നോബൽ ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റെഡോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഹാസ് മാക്സിമം തെർമൽ കണ്ടക്ടിവിറ്റി? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ചൂട് മാക്സിമം കടത്തിവിടാൻ കേപ്പബിലിറ്റി ഉള്ളത് ഈ പറയുന്ന മെറ്റൽസിൽ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ആരാണ്? അയൺ ആണോ, അലൂമിനിയം ആണോ, കോപ്പർ ആണോ, അതോ സിൽവർ ആണോ? ഏതാണ് ആൻസർ? ഓക്കെ, നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞേ പെട്ടെന്ന്. എന്താണ്? സിൽവർ ആണ് ആൻസർ. എന്താണ്? മാക്സിമം തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത് ആർക്കാണ്? സിൽവർ എന്ന് പറയുന്ന എലമെൻ്റാണ്. ഓക്കെ ആണോ? ഇനി ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. വിച്ച് എമംഗ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ഈസ് എ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ? റൂം ടെമ്പറേച്ചർ ലിക്വിഡ് ആയിട്ടുള്ളത് ആരാണ്?
നിങ്ങൾ ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫിസിക്സ് ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, റൂം ടെമ്പറേച്ചറിലും ലിക്വിഡായിട്ടിരിക്കുന്നത് ആരാണ് തെർമോമീറ്ററിലൊക്കെ ഉള്ളത് ആരാണ് മെർക്കുറിയാണ് ആൻസർ എന്ന് പറയുന്നത്. റൂം ടെമ്പറേച്ചറിലും ലിക്വിഡായിട്ടിരിക്കുന്നത് ആരാണ്? മെർക്കുറിയാണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഓർസ് മിനറൽസ് എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തെന്ന് പറഞ്ഞാൽ പൈറൂലുസൈറ്റ് എന്ന് പറയുന്നത് ആരുടെ ഏത് മെറ്റലിൻ്റെ ഓറാന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏത് മെറ്റലിൻ്റെ ഓറാണ് പൈറൂലുസൈറ്റ് എന്ന് പറയുന്നത്? അറിയാവോ നിങ്ങൾക്ക്? മെർക്കുറിയുടെ ഓർ ഏതാണ്? മെർക്കുറി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർ ഏതാണെന്ന് അറിയാവോ? ഓർ ഏതാണ്? സിനബറാണ്. സിനബർ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പൽ ഓർ എന്നറിയപ്പെടുന്നത് ആരാണ്? സിനബറാണ്. അതേപോലെ പൈറൂലുസൈറ്റിൻ്റെ ആരാണ്? മാംഗനീസാണ്. മറന്നു പോകരുത്, ആരാണ്? മാംഗനീസാണ്. മാംഗനീസ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓറാണ് ആരെന്ന് പറയുന്നത്? പൈറൂലുസൈറ്റ് എന്ന് പറയുന്നത്. മാംഗനൈറ്റ് എന്തെന്ന് പറയുന്നത് മാംഗനീസിൻ്റെ ഒരു ഓർ തന്നെയാണ്. ഇനി മോളിബിഡിനത്തിൻ്റെ ആണെങ്കിലോ അത് പേരിൽ തന്നെയുണ്ട്. എന്താണ്? മോളിബിഡിനൈറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? മോളിബിഡിനത്തിൻ്റെ ഓർ എന്ന് പറയുന്നത്. ലെഡിൻ്റെ ആണെങ്കിൽ ഗലീനയാണ് ഒരു പ്രിൻസിപ്പൽ ഓർ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗലീനയാണ്. ഇത് കൂടാതെ ഓർസുകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. അപ്പോൾ പൈറൂലുസൈറ്റ് എന്ന് പറയുന്നത് ആരുടെ ഓറാണ്? മാംഗനീസിൻ്റെ ഓറാണ് ഏതെന്ന് പറയുന്നത്? പൈറൂലുസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. ഓക്കെ ആണോ? ഇനി കൺവേർട്ട് 372 ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ സ്കെയിൽ. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ വേണ്ടിയാണ് ചോദിച്ചേക്കുന്നത്. എന്താ ചെയ്യുന്നത് നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ വേണ്ടി? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? +273 ചെയ്താൽ മതി, അല്ലെങ്കിൽ +273.15 ചെയ്താൽ മതി. നമുക്ക് എന്ത് ആൻസർ കിട്ടും? കെൽവിൻ. നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്താൽ 273 വെച്ച് ആഡ് ചെയ്താൽ മതി. ഇവിടെ പോയിന്റ് ഒന്നും ഇല്ലല്ലോ. നോക്കിയേ, അപ്പം 372 + 273 ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഓക്കെ, 645. എത്രയാണ്? 645 കെൽവിനാണ് എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കി, ഞാൻ ഒരു വാല്യൂ എടുക്കുവാണ്, 100 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെ കെൽവിൻ ആക്കിക്കേ. അതേപോലെ ഫാരൻ ഹീറ്റും കൂടെ ആക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചേ. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? +273 എന്ന് പറഞ്ഞാൽ 100ൻ്റെ കൂടെ 273 കൂട്ടുമ്പോൾ എന്താവും? 373 ആവും. ഓക്കെ ആണോ? അപ്പം ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? +273 ചെയ്താൽ മതി. ഇനി ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റ് ആണെങ്കിലോ ഇക്വേഷൻ നോക്കിയേ. 9/7 ഡിഗ്രി സെൽഷ്യസ് +32 ആണ് എന്തെന്ന് പറയുന്നത്? ഫാരൻ ഹീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡിഗ്രി സെൽഷ്യസിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഫാരൻ ഹീറ്റിലുള്ള വാല്യൂ കിട്ടും. ഡിഗ്രി സെൽഷ്യസ് ഞാൻ എടുക്കാൻ പറഞ്ഞ എന്തുവാണ്? 100. അങ്ങനെയാണെങ്കിൽ 9/5 × 100 +32 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഹീറ്റിലുള്ള വാല്യൂ കിട്ടും. നോക്കിയേ, 5 ഇതും കൂടെ വെട്ടുമ്പം 180 + 32 എന്ന് പറയുന്നത് എത്രയാണ്? 212 ആണ്. അങ്ങനെയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ ആണെങ്കിൽ വാല്യൂ എത്രയാണ്? 373 കെൽവിനും ഫാരൻ ഹീറ്റിലുള്ള വാല്യൂ എന്തുവാണ്? 212 ഫാരൻ ഹീറ്റും ആണ്. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കുമ്പോഴും അതേപോലെ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റ് ആക്കുമ്പോഴും ഉള്ളത്. അപ്പം ഇക്വേഷൻ എന്താണ്? ഞാൻ ഒന്നുകൂടെ എഴുതാം. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? +273 ചെയ്യാം. ഇനി ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റ് ആക്കാനുള്ള ഇക്വേഷൻ എന്തുവാണ്? 9/5 × ഡിഗ്രി സെൽഷ്യസ് +32 = എന്താണ്? നമ്മുടെ ഫാരൻ ഹീറ്റിൻ്റെ വാല്യൂ. ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ആണ്, ഫാരൻ ഹീറ്റിലെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതെങ്കിൽ ഏത് ഡിഗ്രി സെൽഷ്യസ് ആണോ കൊടുത്തേക്കുന്നത് അത് കൊടുക്കുക. ഓക്കെ ആണോ? ഇവിടെയാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുക? 9/5 × 372 + 32 കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫാരൻ ഹീറ്റിലുള്ള വാല്യൂ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യാം? ഓർത്തിരിക്കുക. അപ്പോൾ ആൻസർ എന്താണ്? 645 കെൽവിനാണ് എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? റേഡിയൻ എന്തിൻ്റെ യൂണിറ്റാണ്? റേഡിയൻ എന്തിൻ്റെ യൂണിറ്റാണ്? ആംഗിളിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? റേഡിയൻ എന്ന് പറയുന്നത്. ഇത് ജൂളാണ്. ജൂൾ
ജൂൾ എന്തിൻ്റെ യൂണിറ്റാണ്? ജൂൾ. അതേപോലെ കെൽവിൻ. കെൽവിൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? ടെമ്പറേച്ചറാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? കെൽവിൻ എന്ന് പറയുന്നത്. ജൂളോ? ജൂൾ എന്തായാലും വരാൻ സാധ്യതയില്ല. ജൂൾ ആരുടെയാണ്? എനർജിയുടെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മോൾ എന്തിൻ്റെ യൂണിറ്റാണ്? മോള് നിങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞേ. മോൾ എന്തിൻ്റെ യൂണിറ്റാണ്? ഒരു സെക്കൻഡ്. മോൾ എന്തിൻ്റെ യൂണിറ്റാണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? മോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പം ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തുവാ? ഡിസ്റ്റൻസ് യൂണിറ്റ് എന്തുവാ? മീറ്റർ. ടൈം എത്രയാണ്? ടൈം സെക്കൻഡ്. വെലോസിറ്റിയോ? വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. അതേപോലെ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്തുവാണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. ഇത്ര ടൈമിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് മുകളിൽ വരും, താഴെ ഒരു സെക്കൻഡും കൂടെ വരും. അപ്പോൾ എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരുമോ ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ഓക്കെ ആണോ? ഇനി നിങ്ങൾ നോക്കിയ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തോ? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ആക്സിലറേഷനോ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സിൻ്റെ യൂണിറ്റ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ് ആരുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി വർക്ക് എടുത്താലോ? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ആ ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്പ്ലേസ് ആവുന്നു, എത്ര മൂവ് ചെയ്യുന്നു, അതാണ് എന്തെന്ന് പറയുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക്. ഫോഴ്സിൻ്റെ എന്താണ്? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. ഡിസ്റ്റൻസിൻ്റെ ആണെങ്കിലോ ന്യൂട്ടൺ മീറ്ററാണ് എന്തെന്ന് പറയുന്നത്? വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് എന്ത് പറയാം? ജൂൾ എന്ന് പറയാം. ഓക്കെ ആണോ? അതേപോലെ പവർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബൈ ടൈം അല്ലേ പവർ എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? വർക്ക്. അല്ലെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? വാട്ട് എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, എനർജിയുടെ യൂണിറ്റും ജൂൾ തന്നെയാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. ആക്സിലറേഷൻ ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ ആണോ? ഇനി കറണ്ട് വോൾട്ടേജൊക്കെ ബന്ധപ്പെട്ട ഇക്വേഷൻ എന്താണെന്നറിയോ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ബൈ കറണ്ടാണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കറണ്ടിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്? ആംബിയർ ആണ്. അതേപോലെ വോൾട്ടേജിൻ്റെ എന്താണ്? വോൾട്ട് തന്നെ, വോൾട്ട് പെർ ആംബിയർ. അല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തെന്ന് പറയാം? ഓം എന്ന് പറയാമോ? ഓക്കെ ആണോ? അപ്പം ജസ്റ്റ് യൂണിറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പം വർക്ക്, ഫോഴ്സ്, പവറിൻ്റെയൊക്കെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്, അല്ലെങ്കിൽ വോൾട്ട് പെർ ആംബിയർ എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? അതുപോലെ ഇത് നോക്കിയേ, SI യൂണിറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ടിൻ്റെ SI യൂണിറ്റ് എന്താണ്? സൗണ്ടിൻ്റെ SI യൂണിറ്റ് ഡെസിബൽ ആണേ, മറന്നു പോകരുത്. സൗണ്ടിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് എത്രയാണ്? ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് പെർ സ്ക്വയർ മീറ്റർ ആണ്. വാട്ട് പെർ സ്ക്വയർ മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. സൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? ഡെസിബൽ ആണേ. ഓക്കെ ആണോ? ഇതേ കണക്ക് ഒത്തിരി യൂണിറ്റ്സ്, ഇനിയും കുറച്ച് യൂണിറ്റ്സ് നമുക്ക് ഇനിയും
പഠിക്കാനുണ്ട്. അപ്പം തൽക്കാലം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ആപ്പിൽ ക്ലാസ്സസ്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ ഡെമോ ക്ലാസ്സസും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഓരോ സബ്ജക്റ്റിന് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനായിട്ട് വന്ന് അഡ്മിഷൻ എടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്കിങ്ങനെ ഓരോ ദിവസമായിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കുക, ജോലി എഴുതി എടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ഓക്കെ ആണോ? അപ്പം ഇന്നത്തേക്ക് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, താങ്ക് യു.